ലഹരിമരുന്ന് കേസിൽ പ്രതിയെ രക്ഷിക്കാൻ തൊണ്ടി മുതൽ മാറ്റിയ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി. ആന്റണി രാജു വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി. വിചാരണ 1 വർഷത്തിനകം പൂർത്തിയാക്കണം. ഈ മാസം 20-ന് വിചാരണ കോടതിയിൽ ഹാജരാകണമെന്നും നിർദ്ദേശം. ആശങ്കയില്ലെന്നും വിചാരണ നേരിടുമെന്നും ആന്റണി രാജു. പാലക്കാട് ജനം വിധിയെഴുതുന്നു. പകുതി സമയം പിന്നിട്ടിട്ടും വോട്ടെടുപ്പ് മന്ദഗതിയിൽ. പെരിയാരിയിലും കണ്ണാടിയിലും ഇരട്ട വോട്ട് ആരോപണവുമായി LDF. വോട്ട് ചെയ്യാൻ അനുവദിച്ചത് ഉദ്യോഗസ്ഥരെത്തി സത്യവാങ്മൂലം എഴുതി വാങ്ങിച്ചതിന് ശേഷം. പാലക്കാട് വിജയപ്രതീക്ഷ പങ്കുവച്ച് മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടർമാരുടെ മനസ്സ് തനിക്കൊപ്പമെന്ന് LDF സ്ഥാനാർത്ഥി P. സരീൻ. പാലക്കാടിന്റെ മതേതര മനസ്സ് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. NDAക്ക് അനുകൂല വിധിയെഴുത്തെന്ന് BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. സുപ്രഭാതം പത്രത്തിലെ LDF പരസ്യത്തിന് പിന്നാലെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ട് സന്ദീപ് വാര്യർ. കേരളത്തിന്റെ സൂര്യ തേജസ്സാണ് സമസ്തയെന്ന് സന്ദീപ് വാര്യർ. പരസ്യം ആര് തന്നാലും നൽകുമെന്നും ജിഫ്രി തങ്ങൾ. പരസ്യം പാലക്കാട് BJPയെ ജയിപ്പിക്കാനെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാൻ പാടില്ലാത്തത് എന്ന് K. മുരളീധരൻ. മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് തുടരുന്നു. മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ് മന്ദഗതിയിൽ. ഉച്ചവരെ വോട്ടെടുപ്പ് 20% താഴെ. ഝാർഖണ്ഡിൽ 2ാം ഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട വോട്ടെടുപ്പ്. ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക്. സ്ഥിരീകരിച്ച് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ. ടീം എത്തുക അടുത്ത വർഷം. കേരളത്തിൽ 2 സൗഹൃദ മത്സരങ്ങൾ. തമിഴ്നാട്ടിലെ കള്ളാക്കുറിച്ചി മദ്യദുരന്തം CBI അന്വേഷിക്കും. CBIക്ക് വിടാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. അന്വേഷണം ഉടൻ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം. ടെന്നീസിൽ റാഫേൽ നദാൽ യുഗത്തിന് അന്ത്യം. ഇതിഹാസ താരം കളമൊഴിഞ്ഞത് തോൽവിയോടെ. ഡേവിസ് കപ്പ് ക്വാർട്ടറിൽ നെതർലാൻഡ്സ് താരത്തോട് പരാജയപ്പെട്ടു.